നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെവലപ്മെൻറ്റ് സീരീസിലോട്ട് മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് സ്പെസിഫിക് ആയിട്ട് സൗത്ത് കേരളയിലെ പത്തനംതിട്ട, കോട്ടയവും അതുപോലെ തന്നെ മലബാർ റീജിയനുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ കുറച്ച് പ്രസക്തമായ അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ മലബാറിലേക്ക് പോവാം. മലബാർ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികം തുളുമ്പുന്ന അല്ലെങ്കിൽ പൈതൃകമൊക്കെ വിളിച്ചുണർത്തുന്ന ഒരു പ്രദേശമാണ്. എന്നാലും മലബാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ മലബാർ വാസികളുടെ ഒരു സ്ഥിരം പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ സ്ഥിരം ആവശ്യമായിരുന്നു അവിടെ വികസനം കുറവാണ്, അതുകൊണ്ട് തന്നെ അവിടെ വികസനം കൂടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ മുറവിളികളൊക്കെ കുറേ കാലമായിട്ട് അവരുടെ ഭാഗത്തു നിന്നും വരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ സംഗതി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷന് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്, റോഡുകൾ തന്നെയാണ്. റോഡെന്ന് പറയുന്നതാണ് ജീവനാഡി. റോഡുകൾ ജീവനാഡി എന്ന് പറയുമ്പോൾ തന്നെ റോഡുകളുടെ വികസനം അല്ലെങ്കിൽ അതിൻ്റെ വീതി കൂട്ടുന്നതും അല്ലെങ്കിൽ ആ ഒരു എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് റോഡ്സ് തന്നെ കൂട്ടുന്നതുമൊക്കെ, അതിൻ്റെ എണ്ണം കൂട്ടുന്നതുമൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ്. ഓരോ സംസ്ഥാനവും അല്ലെങ്കിൽ നമ്മൾ ലോകരാജ്യങ്ങളെടുത്താൽ തന്നെ അവരെല്ലാവരും മത്സരമാണ്, എങ്ങനെ ആദ്യം ആര് ഡെവലപ്പ് ചെയ്യുമെന്ന്. നമ്മുടെ കൊച്ചു കേരളത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റോഡ്സ് വികസിപ്പിച്ചേ മതിയാവും. നമുക്ക് ഒട്ടനവധി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസിനെല്ലാം നമുക്ക് മറികടന്നുകൊണ്ട് നമുക്ക് ഈ റോഡുകൾ പണിഞ്ഞേ മതിയാവും. നമുക്ക് നമ്മുടെ 3 പോർട്ടുകൾ, പ്രധാനപ്പെട്ട 2 പോർട്ടുകൾ, ഒരു കുറച്ചുകൂടെ കുഞ്ഞു പോർട്ട്. പ്രധാനപ്പെട്ട 2 പോർട്ടുകൾ എന്ന് പറയുന്നത് കൊച്ചി ആൾറെഡി ഉണ്ട്, വിഴിഞ്ഞം ഇപ്പോൾ വരും. അതുപോലെ തന്നെ നമുക്ക് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ബേപ്പൂറൊക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂടെ വരുന്ന ആ ഒരു ഗുഡ്സും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് മികച്ച ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വേണം. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മലയോര മേഖല അത്രയും വിപുലമായിട്ടല്ലെങ്കിലും വളരെ നല്ല രീതിയിൽ, വളരെ ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലപ്പുറവും കോഴിക്കോടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാതയെ പറ്റിയിട്ടാണ്. ആ പാത എന്ന് പറയുന്നത് മൂലേപ്പാടം മുതൽ നായിഡോം പോയി വരെയുള്ള 15 കിലോമീറ്റർ സ്ട്രെച്ചാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 80 കോടിയോളം രൂപ വരുന്ന ഒരു പദ്ധതിയാണിത്. ഏകദേശം 12 മീറ്റർ വീതിയിലാണ് റോഡ് പണിയുന്നത്. അതുപോലെ തന്നെ ടാറിങ് ഏകദേശം 9 മീറ്ററോളം കാണും. അതായത് മെയിൻ ഏരിയാസിലെല്ലാം ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ടൈല് പാകിയ നടപ്പാതകളെല്ലാം കാണാനും സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത്. റോഡ് ഫണ്ട് ബോർഡാണ് ഈ പണികളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. കിഫ്ബിയാണ് ഇതിൻ്റെ ധനസഹായമെല്ലാം നൽകുന്നത്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ നമുക്ക് നമ്മുടെ മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ പെട്ടെന്ന് പോകാൻ ഒരു എളുപ്പമാർഗ്ഗം കൂടെയാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാത എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഈ ഒരു പാത എത്രയും പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണം. കാരണം നമുക്ക് മലബാറിനെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. മലബാറിൻ്റെ ടൂറിസം സാധ്യതകളും അതുപോലെ തന്നെ അവിടുത്തെ വാണിജ്യ സാധ്യതകളും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വളരെ മികച്ച പാതകൾ അത്യാവശ്യം തന്നെയാണ്. സാങ്കേതിക പ്രശ്നങ്ങളും ടെൻഡർ നടപടികളും പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ പണികൾ ആരംഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് 12,000 വനമേഖല ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു അനുമതി വളരെ അത്യാവശ്യമാണ്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം തന്നെ ഇതിൻ്റെ പണികൾ തുടങ്ങാനായിട്ട് സാധിക്കും. പൂക്കോട്ടും പാടം മുതൽ മയിലാടി പാലം വരെ ടെൻഡർ നടപടികൾ തുടങ്ങുകയും അതുപോലെ തന്നെ അതിന് വേണ്ട എമൗണ്ടും അനുവദിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിനോടൊപ്പം ചേർക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുൻപ് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളോട് അറിയാം. ഈ മലയോര ഹൈവേ വെച്ചിട്ട് ഏകദേശം 13 ജില്ലകളോടുകൂടിയിട്ടാണ് ഈ പറയുന്ന മലയോര ഹൈവേ കടന്നു പോകുന്നത്. ഇതിൽ ഏകദേശം 27 മലയോര സ്ട്രെച്ചുമുണ്ട്. അതുപോലെ തന്നെ 9 തീരദേശ സ്ട്രെച്ചും ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ഏകദേശം അനുവദിച്ചിട്ടുള്ളത് 2600 കോടി രൂപയാണ്. പിന്നെ മൊത്തം പാതയുടെ ഒരു ദീർഘം അല്ലെങ്കിൽ ഒരു ദൈർഘ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1250ഓളം കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ വളരെയധികം ശ്രമപ്പെട്ട് പണിയേണ്ടാവുന്നതാണ്. നമുക്കറിയാം, ദുർഘടം ബാധിച്ച പാതകളാണ്. എന്നാൽ തന്നെ എല്ലായിടങ്ങളിലും 12 മീറ്റർ മാക്സിമം അവർ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും കുറയും, ചില സ്ഥലങ്ങളിൽ വളരെ വീതി കുറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അത് ഈ ടെറൈൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. പ്ലാച്ചേരി മുതൽ കരിങ്കല്ല് മൊഴി വരെ ഏകദേശം 7.5 കിലോമീറ്റർ സ്ട്രെച്ചിലാണ് എരുമേലി ഭാഗത്തെ ആ ഒരു സ്ട്രെച്ച് ഉൾപ്പെടുന്നത്. ഇവിടെ ഏകദേശം 12 മീറ്റർ വീതിയിൽ 9 മീറ്റർ ടാറിംഗ് ആണ് നടത്തുന്നത്. ഇതിൽ ഏകദേശം 33 കോടി രൂപയാണ് ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്നത്.
ഇത് നടപ്പാക്കുന്നത് മേൽനോട്ടമൊക്കെ നടത്തുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡാണ്. എരുമേലി ടൗണിലൂടെ അല്ലാതെ പുറത്തുകൂടിയാണ് ഈ റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് എരുമേലി ടൗൺ ഒഴിവാക്കി ഇടുക്കി ജില്ലയിലൂടെയാണ് പാതയുടെ ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്. എരുമേലിയിലുള്ള 7.5 കിലോമീറ്റർ ഉൾപ്പെടെ ഏകദേശം 23 കിലോമീറ്ററാണ് കോട്ടയം ജില്ലയിൽ ഈ മലയോര മേഖല ഉൾപ്പെടുന്നത്. ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മലബാറിലെ ആ ഒരു റോഡ് കണ്ടതുപോലെ തന്നെ ഇവിടെയും വില്ലനെന്നും പറയാൻ പറ്റത്തില്ല, വനമല്ല നമ്മുടെ സമ്പത്താണ്. എന്നാലും നമുക്ക് ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്കിവിടെ ഒന്ന് അവലംബിക്കാം. നമുക്ക് വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം അത്യാവശ്യമാണ്. കനകപ്പാലം മുതൽ മുക്കട വരെയും മുക്കട മുതൽ പ്ലാച്ചേരി വരെയുമാണ് ഈ വന മേഖല ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വനമേഖലയിൽ പലവിധ മരങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊന്നും മുറിക്കാതെ തന്നെ റോഡ് പണിയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാന ജംഗ്ഷനുകളിൽ നല്ല രീതിയിലുള്ള ഫുട്പാത്തുകളും അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ മുഴുവനായിട്ടാണ് കേട്ടോ സൈൻ ബോർഡുകളൊക്കെ വരുന്നത്. വളരെ മികച്ച രീതിയിലുള്ള അത്യാധുനിക രീതിയിലുള്ള ഗുണനിലവാരമുള്ള രീതിയിലുള്ള ടാറിങ്ങും മറ്റു കാര്യങ്ങളും ആയിരിക്കും ഇവിടെ നടക്കുന്നത്. യൂട്ടിലിറ്റി ഡെസ്കുകളുണ്ടാകും, ബസ് ബേകളുണ്ടാകും. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ പാത വിവാഹനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാതകൾ, ഒന്ന് മലബാറും ഒന്ന് എരുമേലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ശബരിമലയ്ക്ക് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. തീർത്ഥാടനം, ടൂറിസം അങ്ങനെ എല്ലാം നമുക്ക് ഇതിലൂടെ നമുക്ക് സാധ്യമാകും. അതുപോലെ തന്നെ സൗത്തിലെ ഒരു മലയോര മേഖല എന്ന് പറയുന്നത് ഇടുക്കിയും കോട്ടയവും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു പത്തനംതിട്ടയും ഉൾപ്പെടുന്ന ആ ഒരു ബെൽറ്റാണ്. അപ്പോൾ അവിടെ ടൂറിസം സാധ്യതകൾ ഒട്ടനവധിയുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഒത്തിരി മികച്ച രീതിയിൽ കൊടുക്കേണ്ടതുണ്ട്. ഈ പാതകൾ വഴി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഒത്തിരി ഗുഡ്സ് ആൻഡ് സർവീസസ് അതുപോലെ തന്നെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൂടെ കൊടുക്കാം. മികച്ച രീതിയിലുള്ള സംഗതികൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ രണ്ട് പാതകളും, അതായത് നമ്മളിന്ന് നോർത്തും സൗത്തുമാണ് കവർ ചെയ്തത്. ഇനി മറ്റൊരു വീഡിയോയിൽ മികച്ച വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രണസ്റ്റാസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.